മാസം 5 ആയിട്ടുള്ളൂ. MG ശ്രീകുമാർ എയറിൽ കയറി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി തോന്നുന്നു അല്ലേ. ഫസ്റ്റത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സെർവൻ്റ് ഒരു മാങ്ങാണ്ടി എടുത്ത് കൊച്ചിക്കായലിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. അദ്ദേഹം അറിഞ്ഞതുപോലുമില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ എയറിൽ കയറ്റിയൊരു വിഷയമാണ് കേട്ടോ. വേടൻ അറിയില്ല, സംഗീതമാണ് എൻ്റെ ലഹരി എന്ന് പറഞ്ഞത്. പക്ഷേ അതല്ല ഏറ്റവും പ്രധാന പ്രശ്നം. ഇവരൊന്നും എനിക്ക് അറിയത്തേ ഇല്ല എന്നുള്ള അദ്ദേഹം ഒരു ആക്കിയ പോലെ ലാസ്റ്റത്തെ ഒരു ഡയലോഗ് പറഞ്ഞ് അതാണ് ഇപ്പോൾ ഒരു കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത്. ഇദ്ദേഹം പറയുന്നുണ്ട്, ലഹരി ഉപയോഗിച്ച് വേദിയിൽ ഒരിക്കലും ഞാൻ കയറിയിട്ടില്ല എന്ന്. അത് സത്യമായിരിക്കാം. ഇദ്ദേഹം ശാസ്ത്രീയ സംഗീതം പഠിച്ച് അങ്ങനെ വളർന്ന ഒരാൾ തന്നെ ആയിരിക്കാം. പക്ഷേ വേടൻ്റെ സംഗീതത്തെ ഒരിക്കലും നമുക്ക് തള്ളി പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹവും പല സിനിമകളിലും കമ്പോസ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ അറിയപ്പെടുന്ന ഒരാളാണ്. ബിഹൈൻഡ് വുഡ്സിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയുള്ള വേടനെ അദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞതിൽ കുറച്ച് ഇദ്ദേഹത്തിന് എന്തോ ഒരു സംഭവമില്ലേ. ഈ വേടനെ പോലെയുള്ള ഒരു കറുത്ത ഒരാളെ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ഒരാളെ അറിയും എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈഗോ ആയിട്ട് ചെറുതായിട്ട് എനിക്കൊന്ന് തോന്നിയിട്ടോ. അദ്ദേഹത്തിൻ്റെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. ഇയാളേക്ക് ഞാൻ അറിയും എന്ന് പറയാനായിട്ട്. ഞാൻ അറിയില്ല, ഞാൻ ഏതൊരു വലിയൊരാളാണ് എന്നേ അദ്ദേഹം പറയുന്നുള്ളൂ. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എല്ലാ മതസ്ഥരുടെയും പാട്ടും ഞാൻ പാടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം വേടൻ വേറെ ആർക്കും വേണ്ടിയല്ല, ദളിതർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നതെന്നല്ലേ. വേടൻ സമൂഹത്തിന് വേണ്ടിയാണ് പാടുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് വേടൻ കവിതകൾ എഴുതിയതും അതിനെ പാട്ടാക്കി മാറ്റിയതും. അത് വേടൻ്റെ പാട്ട് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം അല്ലേ. എന്നാ പോട്ടെ, വേടൻ അറിയില്ല എങ്കിലും മഞ്ഞുമൽ ബോയ്സ് അറിയാതിരിക്കുമോ? മഞ്ഞുമൽ ബോയ്സിൽ ഇങ്ങനെ ഒരു പാട്ട് വന്നപ്പോൾ ഇത് ആരുടെയാ എന്ന് ചിന്തിക്കാതിരിക്കുമോ? അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈഗോയുടെ ഭാഗം തന്നെയാണ്, അത് ഉറപ്പല്ലേ. ഈ വലിയ 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 ആൾക്കാരെ താഴേക്കിടയിലുള്ളവർ കുറച്ചൊന്നും ഉയർന്നാൽ മതി, അപ്പോഴേക്കും മുഖം ചുളിക്കും. എനിക്കൊന്നും ഇവരറിയില്ല, ഇവരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് പറയും. അത് മെയിനായിട്ട് ഇവരുടെ ഈഗോയുടെ ഭാഗം തന്നെയാണ്. എന്ന് വെച്ച് MG ശ്രീകുമാറിൻ്റെ പാട്ടിനെ ആരും കുറ്റം പറയില്ല. കാരണം അത്രയും നല്ല പാട്ട് തന്നെയാണ്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ചീവീടിൻ്റെ ശബ്ദം മൂക്കുകൊണ്ട് പാടുന്നു എന്നൊക്കെ. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. അങ്ങനെ കുറ്റപ്പെടുത്താൻ ഞാൻ എന്തായാലും അനുവദിക്കില്ല. കാരണം പാട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ലഹരി ഉപയോഗിച്ച് വേദിയിൽ കയറരുത്. യുവതലമുറയെ അദ്ദേഹം ഒരിക്കലും യുവതലമുറയെന്നല്ല ആരെയും അദ്ദേഹം അതിന് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അതായത് സ്വന്തമായിട്ട് നന്നാവുക, അതിലൂടെ മറ്റുള്ളവരെ കണ്ട് നന്നാവണം എന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈഗോയുടെ ഭാഗമായിട്ട് വേടനെ അറിയില്ല എന്ന് ആദ്യമേ പറഞ്ഞു. വേടനെ അറിയില്ല എന്ന് വെറുതെ പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അദ്ദേഹം പറയുന്നത് സംഗീത പരിപാടി കണ്ടിട്ടില്ല, ഇവരൊക്കെ എനിക്ക് അറിയാനേ പാടില്ല എന്നുള്ളൊരു തരത്തിലുള്ള ഒരു ആക്കി വർത്തമാനം, അങ്ങനെ തന്നെ അതിന് പറയണം. ഒരാക്കിയ ഒരു ടോണിലാണ് അദ്ദേഹം അതിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ വേടനെ അറിയാത്തൊരു വ്യക്തി ഒരിക്കലും ആ ഒരു മാധ്യമ ചർച്ചയ്ക്ക് ഒരിക്കലും വരരുതായിരുന്നു. വിളിക്കുമ്പോൾ തന്നെ പറയണം, എനിക്ക് വേടനെ കുറിച്ച് അറിയില്ല, എനിക്കൊന്നും പറയാനും ഇല്ല, എനിക്ക് അറിയൂല്ല എന്ന് പറയണമായിരുന്നു. അല്ലാതെ വന്നിരുന്നു കൊണ്ട് ഇവരെയൊക്കെ എനിക്കറിയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ആക്കിയ രീതിയിൽ പറയരുതായിരുന്നു. MG ശ്രീകുമാറിനെ പറ്റിയൊരു തെറ്റും അത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അതായത് ആക്കിയ രീതിയിൽ സംസാരിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാട്ടിനെ മോശപ്പെടുത്തുന്നവരോട് എനിക്ക് ഒരിക്കലും അനുകൂലിക്കാനായിട്ട് സാധിക്കില്ല. വേടനുള്ളതും കഴിവ് തന്നെയാണ്, ഇദ്ദേഹത്തിനുള്ളതും കഴിവ് തന്നെയാണ്. രണ്ടുപേരും സ്വന്തം കഴിവ് കൊണ്ട് ഉയർന്നു വന്നവർ തന്നെയാണ്. ഇപ്പോൾ ഏട്ടൻ്റെയോ ആരുടെയും പിന്തുണ ഉണ്ടായിട്ട് ഇദ്ദേഹം വളർന്നു വന്നതാണെങ്കിലും ഇദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശബ്ദമുണ്ട്. അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകളും മറക്കാൻ പറ്റില്ല. അപ്പോൾ കഴിവിന് ഒരിക്കലും കുറ്റം പറയാൻ ഞാൻ ആളല്ല. വേടൻ്റെ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള കഴിവാണ്. സ്വന്തമായി എഴുതുകയും അതായത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന, ഓരോ സാധാരണക്കാരനും സംസാരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പാട്ടുകൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കുന്നതിനും ഇന്ന കാര്യങ്ങളിൽ ഇനിയും സമൂഹം മാറേണ്ടതായിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മളെല്ലാവരെയും സഹായിക്കുന്നുണ്ട്. സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളവനായിരിക്കണം ഒരു കലാകാരൻ. അതുതന്നെയാണ് നമ്മുടെ വേടനും. എൻ്റെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.